ജോർദാനിലെ വാദിറം എന്ന മരുഭൂപ്രദേശത്ത് ഞാൻ സഞ്ചാരം തുടരുകയാണ്. ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്ന ചുവന്ന പർവ്വതങ്ങളും അതിനിടയിലെ മണലാരണ്യവുമൊക്കെ പിന്നിട്ട് മുഹമ്മദ് എന്ന ഒരാളുടെ പിക്കപ്പ് വാഹനത്തിന് പിന്നിലിരുന്നുള്ള യാത്ര. ജീപ്പ് ടൂർ എന്നോ ജീപ്പ് സഫാരി എന്നോ ഈ യാത്രയെ വിശേഷിപ്പിക്കാം. മുന്നിൽ ഒരു ടെന്റും കുറേ വാഹനങ്ങളും ആളുകളെയുമൊക്കെ കാണുന്നുണ്ട്. ഈ സഫാരിയിലെ ആദ്യ സ്റ്റോപ്പ് അവിടെയാണ്. വാദിറമ്മിൽ അങ്ങിങ്ങായി പല ക്യാമ്പുകളുണ്ട്. വൈകുന്നേരമാകുന്നതോടെ ടൂറിസ്റ്റുകളെല്ലാം അവിടെ നിന്നും പുറത്തിറങ്ങുകയും ഇത്തരം ജീപ്പ് ടൂറുകളിൽ പങ്കെടുക്കുകയും ചെയ്യും. അവർ ഇതുപോലുള്ള ഇടത്താവളങ്ങളിൽ വണ്ടി നിർത്തി ഇറങ്ങുകയും സുവനീറുകൾ വാങ്ങുകയും ചുറ്റുപാടുമുള്ള കാഴ്ചകളിലേക്ക് നടന്നു പോവുകയുമൊക്കെയാണ് പതിവ്. ഇവിടെ കുറേ പേർ മണൽക്കുന്ന് കയറിപ്പോകുന്നത് കാണാം. രസകരമായ ഒരു സംഗതിയാണിത്. മണലിലൂടെ കുന്നുകയറുക അല്പം ആയാസകരമാണ്. അങ്ങനെ പാറക്കെട്ടിന് മുകളിൽ കയറി താഴ്വാരത്തിന്റെ കാഴ്ചകൾ കണ്ടിരിക്കാം. ഞാനും ജീപ്പിൽ നിന്നിറങ്ങി. മുകളിലായി ഒരു കമ്പിളിക്കൂടാരം കാണുന്നുണ്ട്. അവിടെ ചെന്നാൽ ടൂറിസ്റ്റുകൾക്കെല്ലാം ഓരോ ചായ കിട്ടും. പിന്നെ സുവനീറുകൾ വാങ്ങാം. മരുഭൂമിയിൽ വസിക്കുന്ന ബെദുക്കളുടെ, പ്രത്യേകിച്ച് വാദിറം പ്രദേശത്തെ സലാബിയൻ ബെദു ഗോത്രത്തിന്റെ പരമ്പരാഗത കരകൗശല വസ്തുക്കളൊക്കെയാണ് വിൽക്കുന്നത്. തനത് അറബി ചായ നൽകിയാണ് സ്വീകരണം. സുഗന്ധവ്യഞ്ജനങ്ങളും ഔഷധക്കൂട്ടുകളുമൊക്കെ ഇട്ട ചായയാണ്. സോപ്പ്, സുഗന്ധലേപങ്ങൾ, തുണികൾ എന്നിവയൊക്കെയുണ്ട് വിൽപ്പന വസ്തുക്കളിൽ. എല്ലാം ബെദൂയിയൻ ഉൽപ്പന്നങ്ങൾ തന്നെ. എനിക്ക് വലിയ കൗതുകമുള്ള സംഗതികളൊന്നും അതിലില്ല. അതിനാൽ കൂടാരത്തിൽ നിന്നും പുറത്തേക്കിറങ്ങുമ്പോൾ വാഹനങ്ങളിൽ കൂടുതൽ സഞ്ചാരികൾ എത്തിക്കൊണ്ടിരിക്കുന്നതാണ് കാഴ്ച. വാദിറം പ്രദേശത്തെ റിസോർട്ടുകളിൽ നിന്നെല്ലാം സായാഹ്നത്തിൽ ആളുകൾ ഇവിടേക്കിറങ്ങും. ചുവന്ന മണൽപ്പരപ്പ്, തണുത്ത കാറ്റ്. ഒരു ബീച്ചിൽ നടക്കുന്നത് പോലെയാണ് ഈ മണലിലൂടെയുള്ള സഞ്ചാരം. പക്ഷേ ബീച്ചിലേതിനേക്കാൾ ആവേശകരവും സാഹസികവുമാണിത്. ഒരു സംഘം ടൂറിസ്റ്റുകൾ ഒട്ടകപ്പുറത്തേറി സവാരി തുടങ്ങുകയാണ്. സൂര്യാസ്തമനം ആസ്വദിക്കാനും ഏറ്റവും നല്ല സ്ഥലം മരുഭൂമിയാണെന്ന് പറയാം. ജീപ്പിൽ ഇവിടം വരെ വന്ന സംഘം ഇനി ഈ ഒട്ടകങ്ങളുടെ മുതുകിലേറിയാണ് യാത്ര തുടരുന്നത്. ഒട്ടക സവാരിക്ക് വലിയ തുക നൽകണം. എങ്കിലും പാശ്ചാത്യരായ ടൂറിസ്റ്റുകൾക്ക് അതൊരു പ്രശ്നമല്ല. 3000 വർഷം മുൻപത്തെ ചരിത്രവുമായി ആധുനിക കാലത്തെ മനുഷ്യരെ ബന്ധിപ്പിക്കുന്ന ജീവി ഒട്ടകമാണെന്ന് എനിക്ക് തോന്നി. ഇന്നും ഒരു മാറ്റവുമില്ലാതെ അവർ മനുഷ്യനെ സേവിച്ചുകൊണ്ടിരിക്കുന്നു. ജനസമൂഹങ്ങൾ എത്രയോ തവണ മാറിയിരിക്കുന്നു. പക്ഷേ ഒട്ടകത്തിന്റെ ചര്യകളിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ആയിരക്കണക്കിന് വർഷം മുൻപും ഇന്നും ഇവരുടെ വിധിയും നിയോഗവും ഒന്നു തന്നെയാണ്. മനുഷ്യന്റെ മാറ്റവും വളർച്ചയുമെല്ലാം ഒട്ടകം കണ്ടു. ഇങ്ങനെ നിരവധി ഒട്ടകങ്ങളുടെ പുറത്ത് വണിക്കുകളുടെ സംഘങ്ങൾ ഈ മരുഭൂമിയിലൂടെ കടന്നുപോയിരുന്ന ഒരു കാലമുണ്ട്. വിവിധ ഭൂഖണ്ഡങ്ങളുടെ സംസ്കാരങ്ങളെ കൂട്ടിയിണക്കുന്ന കണ്ണിയായി വർത്തക സമൂഹം നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരെ ചുമലേറ്റിയിരുന്നത് ഈ പാവം മൃഗങ്ങളാണ്. സംസ്കാരങ്ങളുടെ വിളംബരക്കാരും വിതരണക്കാരുമായി അവർ നിശബ്ദം തങ്ങളുടെ ദൗത്യം നിറവേറ്റിക്കൊണ്ടിരുന്നു. ഇവിടെ ചിലർ വാഹനത്തിന്റെ ചക്രങ്ങളിലെ കാറ്റ് അഴിച്ചുവിടുകയാണ്. മണൽപ്പരപ്പിലൂടെയുള്ള യാത്ര സുഗമമാക്കാൻ ഈ വിധം ചക്രങ്ങളിലെ കാറ്റ് കുറയ്ക്കേണ്ടതുണ്ട്. ടയർ മണലിൽ താഴ്ന്നു പോകാതിരിക്കാനും അത് സഹായിക്കുന്നു. ചക്രങ്ങളിലെ കാറ്റ് ക്രമീകരിച്ച ഒരു വാഹനം കടന്നുപോകുന്നു. ആയിരക്കണക്കിന് ആളുകളുടെയും ഒട്ടകങ്ങളുടെയും കാലടിപ്പാടുകൾ പതിഞ്ഞ മണൽപ്പരപ്പ്. ഞാനും അതിലൂടെ നടന്ന് ഒരു കുന്നിന്റെ മുകളിലേക്ക് കയറി തുടങ്ങി. കുന്നിന്റെ മധ്യഭാഗത്തെത്തി താഴേക്ക് നോക്കുമ്പോൾ രസകരമാണ് ചുറ്റുമുള്ള കാഴ്ച. നേരത്തെ ഞാൻ കയറിയ കൂടാരം. ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ മണൽക്കാറ്റേറ്റ് രൂപപരിണാമം സംഭവിച്ച പാറക്കെട്ടുകൾ. മലയെ ശ്രദ്ധിച്ചു നോക്കുമ്പോഴാണ് പ്രകൃതി അതിൽ നടത്തിയിരിക്കുന്ന കൊത്തുപണികൾ വ്യക്തമാവുന്നത്. 100 ശില്പങ്ങൾ അതിലുണ്ടെന്ന് തോന്നും. ആ മലകളെ പശ്ചാത്തലമാക്കി ഫോട്ടോ എടുക്കുന്നതിലാണ് ചില ടൂറിസ്റ്റുകൾക്ക് കൗതുകം. ലോകത്ത് മറ്റെവിടെയും അധികമൊന്നും കാണാനാവാത്ത പ്രകൃതിയുടെ അത്ഭുതമാണല്ലോ ഇവിടെയുള്ളത്. 4000 വർഷത്തിന്റെ സജീവമായ ചരിത്രം തന്നെയുണ്ട് ഈ മണൽപ്പരപ്പിന്. അതിനു മുൻപും ഇവിടം ഒരു ജനവാസ കേന്ദ്രമായിരുന്നെന്നാണ് ഗവേഷണങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. എനിക്ക് യാത്ര തുടരാൻ നേരമായി. മുഹമ്മദ് തിരികെ വണ്ടിയിലേക്ക് വന്ന് കയറുകയാണ്. പിക്കപ്പ് വണ്ടിയിൽ ചരക്കു കയറ്റുന്ന ഭാഗത്താണ് എൻ്റെ ഇരിപ്പിടം.
ഈ പ്രദേശത്തെയൊക്കെ പല ഗോത്രക്കാരായ അറബികൾ പൊതുവെ ശാന്തരും സൗഹൃദ മനോഭാവമുള്ളവരുമാണ്. പക്ഷേ അറബികളിൽ നിന്ന് ഒരു വിഭാഗം ഒട്ടും ആശാസ്യമല്ലാത്ത വ്യത്യസ്തമായ ചിന്താഗതികളിലേക്ക് ചെന്നെത്തുന്നുമുണ്ട്. ഇത്തരം ടൂർ മേഖലകളിലെല്ലാം ഞാൻ പരിചയപ്പെട്ടിരിക്കുന്ന അറബികൾ വളരെ പാവങ്ങളാണ്. തങ്ങളുടേതായ ചര്യകളിൽ മുഴുകി ജീവിക്കുന്ന നല്ല മനുഷ്യർ. വാദി റം എന്ന പ്രദേശത്തിന് പ്രത്യേകമായ ഛായ നൽകുന്നത് ഇത്തരം പാറക്കെട്ടുകളാണ്. പല വലിപ്പവും രൂപവുമുള്ള പാറക്കെട്ടുകൾ. പലപ്പോഴും ആ രൂപം കാഴ്ചക്കാരിൽ കൗതുകമുണർത്തുന്നു. റോക്ക് ക്ലൈംബിംഗ് ആവേശമാക്കിയവരുടെ ഒരു ഇഷ്ട ലൊക്കേഷനാണ് വാദി റം. ഇവിടുത്തെ സാൻഡ്സ്റ്റോൺ പാറകളുടെ നെറുകിലേക്ക് അതിസാഹസികമാം വിധം കയറിപ്പോകുന്നതിന് വടങ്ങളും മറ്റുപകരണങ്ങളുമായി നൂറുകണക്കിന് ആളുകളാണ് എത്തുന്നത്. മുൻകാലങ്ങളിൽ ബെദൂയിയൻ ജനസമൂഹങ്ങൾ കുത്തനെയുള്ള ഇത്തരം പാറകളുടെ മുകളിലേക്ക് കയറിപ്പോയിരുന്നതായി പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. വെറും സാഹസിക പ്രവൃത്തി എന്ന നിലയിലാണോ, ശത്രുക്കളിൽ നിന്ന് രക്ഷ തേടിയാണോ അവർ പാറകളിൽ കയറിപ്പറ്റിയിരുന്നതെന്ന് വ്യക്തമല്ല. ആധുനിക കാലത്തെ മലകയറ്റക്കാർ പുരാതനമായ ഒട്ടേറെ റൂട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ബെദൂയിൻ റോഡ്സ് എന്നാണ് അവരതിന് പേരു നൽകിയിരിക്കുന്നത്. പിക്കപ്പ് വാഹനത്തിന്റെ പിന്നിലിരുന്നുള്ള ചിത്രീകരണം രസകരമാണ്. മണലാണെങ്കിലും അതിലൂടെ വാഹനം പോകുമ്പോൾ ചെറിയ കുലുക്കമുണ്ടെന്ന പ്രശ്നമേയുള്ളൂ. ഏതാണ്ട് 2.5 മണിക്കൂറോളം നീളുന്ന ഡെസേർട്ട് ടൂറിനാണ് ഞാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. 5 മണിക്കാണ് അഹമ്മദിന്റെ പിക്കപ്പ് വണ്ടിയുടെ പിന്നിൽ കയറിയത്. 7:30 വരെ നീളും ഈ യാത്ര. ഇവിടെയും ഏതാനും വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നു. കുറച്ച് സഞ്ചാരികൾ കൂടി നിൽക്കുന്നുമുണ്ട്. ഒരാൾ ഒരു പാറപ്പുറത്ത് നിൽക്കുന്നു. എന്താണ് സംഗതിയെന്ന് നോക്കുമ്പോൾ ഇതാണ് കാഴ്ച. പാറയിൽ കുറേ ചിത്രങ്ങൾ. BC 4-ാം നൂറ്റാണ്ടിനും AD 3-ാം നൂറ്റാണ്ടിനും ഇടയിൽ ഇവിടെ ജീവിച്ചിരുന്ന മനുഷ്യർ വരച്ച ചിത്രങ്ങളാണ്. ഇപ്പോൾ ബദുക്കളുടെ പിക്കപ്പ് വാനുകൾ കടന്നുപോകുന്ന ഈ വഴിയിലൂടെയെല്ലാം ഒരു കാലത്ത് ക്യാമൽ കാരവനുകളാണ് സഞ്ചരിച്ചിരുന്നത്. ഒട്ടകങ്ങളുമായി ദേശാന്തരഗമനം നടത്തുന്ന ആളുകൾ ഈ മരുഭൂമിയുടെ വഴികളിലൂടെ പുതിയ ജനസമൂഹങ്ങളെ തേടി നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരുന്നു. വാദി റം അന്ന് ഒരു പ്രധാന ജനവാസ പ്രദേശമായിരുന്നു. പെട്ര ലോകപ്രശസ്തമായതോടെയാണ് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന നിലയിൽ വാദി റമ്മും വളർന്നത്. അതിനു മുൻപ് സാഹസികർ പാറ കയറുന്നതിനായി മാത്രം എത്തുന്ന ഒരു പ്രദേശമായിരുന്നു ഇത്. വീണ്ടും വാഹനത്തിന്റെ പിൻസീറ്റിലേക്ക് കയറി. യാത്ര തുടരുമ്പോൾ കൂറ്റൻ മലകളുടെ ചുവട്ടിലൂടെ ആളുകളുമായി പോകുന്ന വാഹനങ്ങൾ കാണാം. ആരോ മുറിച്ചു വെച്ചതുപോലെയുണ്ട് മണൽക്കാട്ടിലെ മലകൾ. ഇത്തരം വാഹനങ്ങൾക്ക് പോലും ഈ പ്രദേശത്തുകൂടി ഓടുമ്പോൾ ഒരു പ്രത്യേക ഭംഗി കൈവരുന്നു. മരുഭൂമിക്ക് ഇങ്ങനെയൊരു ദൃശ്യചാരുതയുണ്ട്. അതുകൊണ്ടാണ് ഹോളിവുഡ് സിനിമകളിൽ പലതും കാലിഫോർണിയയുടെ മരുഭൂമികളിലും അറേബ്യൻ മരുഭൂമികളിലുമൊക്കെ വെച്ച് ചിത്രീകരിക്കുന്നത്. ഫോട്ടോഗ്രാഫിക്ക് രസകരമായ സാധ്യതകളാണ് ഇവിടെ ഉരുത്തിരിഞ്ഞു വരുന്നത്. മരുഭൂമിയാണെങ്കിലും ഇവിടെ പച്ചപ്പ് തീരെയില്ലെന്ന് പറയാനാകില്ല. ധാരാളം ചെടികൾ ഈ താഴ്വരയിലുണ്ട്. ഉയരത്തിലുള്ള താഴ്വര എന്നാണ് വാദി റം എന്ന വാക്കിനർത്ഥം. ഉയർന്ന എന്നർത്ഥം വരുന്ന റം എന്ന പദം ഇവിടെ അരാമിക് ഭാഷയിൽ നിന്നും വന്നതാണെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. നല്ല മഴ ലഭിക്കുന്ന പ്രദേശമാണ് വാദി റം. ചില സമയത്ത് വലിയ തടാകങ്ങൾ തന്നെ ഇവിടെ രൂപപ്പെടാറുണ്ട്. വെയിൽ ചായുകയാണ്. എന്റെയും വാഹനത്തിന്റെയും നിഴൽ ഞങ്ങൾക്ക് മുൻപേ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ചെല്ലുന്നത് വലിയൊരു മലയിടുക്കിലേക്കാണ്. രസകരമായ ഒരു സ്ഥലമാണവിടം. പീഠഭൂമി പോലെ ഉയർന്ന ഒരു ഭാഗത്തുകൂടിയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ താഴ്വാരം ഇവിടെ നിന്നു തന്നെ കാണാം. സൂര്യൻ ചായം തോറും പ്രകൃതിയുടെ നിറം മാറുന്നു. മണലിനും പാറയ്ക്കും മരുച്ചെടികൾക്കുമെല്ലാമുണ്ട് നിറമാറ്റം. ഇവിടെയും ഏതാനും വാഹനങ്ങളുണ്ട്. മുഹമ്മദ് അതിനടുത്ത് ഞങ്ങളുടെ വണ്ടിയും കൊണ്ടുചെന്ന് നിർത്തി. അതിൽ നിന്നിറങ്ങുമ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു. ഒരു വൃദ്ധൻ ഒരു സ്ത്രീയെ തോളിൽ ചുമന്നുകൊണ്ടു പോകുന്നു. ടൂറിസ്റ്റുകളുടെ പതിവ് തമാശയായിരിക്കുമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. അല്ല, പിന്നീട് ഞാൻ ഇവരെ പരിചയപ്പെട്ടപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഈ സ്ത്രീക്ക് നടക്കാനാവില്ല. ലോകം മുഴുവൻ ഇവർ സഞ്ചരിക്കുകയാണ്. ഭർത്താവിൻ്റെ ചുമലിലേറി. ഇതുതന്നെയല്ലേ യഥാർത്ഥ ദാമ്പത്യം? പാശ്ചാത്യ ലോകത്ത് ബന്ധങ്ങൾക്ക് വിലയില്ലെന്നൊക്കെ ആരോപിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ ഭാര്യയെ ചുമന്നുകൊണ്ട് ലോകം മുഴുവൻ കാണിക്കാനിറങ്ങുന്ന ഒരു ഭർത്താവിനെ
നമ്മുടെ നാട്ടിൽ കണ്ടെന്നു വരില്ല. എനിക്ക് അത്ഭുതം പകരുന്ന കാഴ്ചയായിരുന്നു ആ ദമ്പതികളുടേത്. അവരെ കൂടുതൽ നേരം ക്യാമറയിൽ പകർത്തുന്നത് ശരിയല്ലെന്ന് നനച്ച് ഞാനത് ഒഴിവാക്കുകയാണ്. ഇന്നത്തെ യാത്രയിൽ പലയിടത്തു വച്ചും ഞാൻ ആ ദമ്പതികളെ കാണുകയുണ്ടായി. മറക്കാനാവാത്ത ഒരു കാഴ്ച തന്നെയായിരുന്നു അത്. നമുക്ക് യൂറോപ്പിലേക്കൊരു യാത്ര പോയാലോ? യൂറോപ്പിൻ്റെ ഹൃദയഭൂമിയിലേക്ക് സഞ്ചാരത്തിനൊപ്പം ഒരു യാത്ര. ഫ്രാൻസിലെ പാരീസിൽ നമ്മൾ ചെന്നിറങ്ങുന്നു. പാരീസിലെ കാഴ്ചകൾ കണ്ട ശേഷം ബെൽജിയത്തിലേക്ക് പോകുന്നു. ബെൽജിയത്തിൽ നിന്ന് നെതർലൻഡ്സിലേക്ക്, നെതർലാൻഡ്സിൽ നിന്ന് ജർമ്മനിയിലേക്ക്, ജർമ്മനിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡിലേക്ക്, സ്വിറ്റ്സർലൻഡിൽ നിന്ന് ലിച്ചൻസ്റ്റൈനിലേക്ക്, ലിച്ചൻസ്റ്റൈനിൽ നിന്ന് ഓസ്ട്രിയ, ഓസ്ട്രിയയിൽ നിന്ന് ഇറ്റലി, ഇറ്റലിയിൽ നിന്ന് സ്ലൊവേനിയ, പിന്നെ വത്തിക്കാൻ. ഇങ്ങനെ യൂറോപ്പിൻ്റെ ഹൃദയഭൂമിയിലെ സുപ്രധാനമായ എല്ലാ രാജ്യങ്ങളും കണ്ടുകൊണ്ട് 13 ദിവസത്തെ ഒരു യാത്ര. യൂറോപ്പിൽ ഒരിക്കലെങ്കിലും പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പോയാൽ യൂറോപ്പിൻ്റെ പൂർണ്ണമായ സംസ്കാരം, ഭൂമിശാസ്ത്രം, ചരിത്രം, അത്ഭുത നിർമ്മിതികൾ, ലോകാത്ഭുതങ്ങൾ ഇതെല്ലാം കണ്ട് തിരിച്ചു വരാൻ കഴിയുന്ന ഒരു യാത്ര. ലോകാത്ഭുതങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. പാരീസിലെ ഈഫൽ ടവർ, റോമിലെ കൊളോസിയം, ലീനിങ് ടവർ ഓഫ് പീസ, ബ്ലാക്ക് ഫോറസ്റ്റ്, ആറ്റോമിയം, ബ്രസൽസിലെ ആറ്റോമിയം, സ്വിറ്റ്സർലൻഡിലെ ആൽപ്സ് കൊടുമുടിയുടെ മുകളിലേക്കുള്ള കേബിൾ കാർ യാത്രകൾ, പുതിയ മാർപ്പാപ്പയുടെ ആസ്ഥാനമായ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക, ഇതൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു ദീർഘസഞ്ചാരം. ഈ ടൂറിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. സഞ്ചാരത്തിൻ്റെ ഓഫീസിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ഒരു യാത്രയായിരിക്കും ഈ യൂറോപ്പ് സഞ്ചാരം. ഇവിടെ നിൽക്കുമ്പോൾ വ്യത്യസ്തമായ ഒരു ദൃശ്യമുണ്ട്. താഴ്വാരത്ത് അങ്ങ് അകലെ വരെ നീണ്ടുകിടക്കുന്ന മരുഭൂമി. മഴക്കാലത്ത് ഈ പാറയിടുക്കിലൂടെയെല്ലാം ജലം കുത്തി ഒഴുകുന്നതാണ്. അങ്ങകലെ താഴ്വാരത്ത് കുറെ കൃഷിയിടങ്ങളൊക്കെയുണ്ട്. 2 വലിയ മലകൾക്കിടയിൽ ഒരു വലിയ വിള്ളൽ. അതിലൂടെ ശക്തമായ കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇങ്ങനെ എത്ര നേരം നിന്നാലും മതി വരില്ല. സഞ്ചാരികൾക്ക് എത്ര ഫോട്ടോ എടുത്തിട്ടും മതി വരുന്നുമില്ല. വരുന്ന എല്ലാ ആളുകളും അത്ഭുതത്തോടെ ആ കാഴ്ചകളിൽ മുഴുകുന്നു. പല സിനിമകളുടെയും ലൊക്കേഷൻ കൂടിയായിരുന്നു ഈ പ്രദേശം. പോക്കുവേലിൽ ആളുകളുടെ വരവും പൊടി പറത്തിക്കൊണ്ട് വന്നു നിൽക്കുന്ന വാഹനങ്ങളും പ്രകൃതിയുമെല്ലാം രസകരമായ ഫോട്ടോഗ്രാഫിക് സാധ്യതകളാണ് ഒരുക്കുന്നത്. വീണ്ടും യാത്ര തുടരുകയാണ്. വാദി റമ്മിന്റെ ഭൂപ്രകൃതിയും അവിടുത്തെ അത്ഭുതങ്ങളുമാണ് ഞാൻ ഈ യാത്രയിലൂടെ പകർത്താൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളെ പോലെ ഓരോ സ്ഥലത്തും കുറേ നേരം ചെലവഴിക്കാനാവില്ല. മരുഭൂമിയുടെ അതിഗംഭീരമായ കാഴ്ചകൾ. നമ്മുടെ ചിന്തയിൽ മരുഭൂമി ഒന്നിനും കൊള്ളാത്ത പ്രദേശമാണ്. ശരിയാണ്, ഇവിടെ വലിയ തോതിലുള്ള കൃഷിപ്പണിയൊന്നും നടക്കില്ല, വരുമാന സാധ്യതയുമില്ല. പക്ഷേ പ്രകൃതിയുടെ അത്ഭുതങ്ങൾ കണ്ടറിയാനുള്ള മനസ്സോടെ ഒരു സഞ്ചാരിയായി എത്തുമ്പോൾ മരുഭൂമി കാഴ്ചകളുടെയും അനുഭവങ്ങളുടെയും അക്ഷയഖനിയാണ്. ആടുജീവിതം നയിക്കുന്ന ഒരാൾക്ക് മുന്നിൽ മരുഭൂമി അതികഠിനം തന്നെ. എന്നാൽ സായന്തനത്തിലെ തണുപ്പിൽ ഒരു സഫാരി വാഹനത്തിലോ ഒട്ടകപ്പുറത്തോ ഇരുന്ന് യാത്ര ചെയ്യുന്നയാൾക്ക് മരുഭൂമി സ്വർഗീയ അനുഭവവുമാണ്. സാഹചര്യങ്ങളുടെ വ്യത്യാസമാണത്. ഒരു സംഘം ടൂറിസ്റ്റുകൾ ഒട്ടകപ്പുറത്ത് ഞാൻ ജീപ്പിൽ സഞ്ചരിച്ച വഴിയിലൂടെയൊക്കെ പോകുന്നു. ജീപ്പ് യാത്രികരും എൻ്റെ പിന്നാലെയുണ്ട്. മണൽപ്പരപ്പും ചുറ്റുമുള്ള പ്രകൃതിയും തണുത്ത കാറ്റും അതിൻ്റെ സീൽക്കാര ശബ്ദവുമെല്ലാം ചേരുമ്പോഴാണ് ഈ യാത്ര അതീവ ആസ്വാദ്യമാവുന്നത്. ഇവിടെ ഒരു സ്റ്റോപ്പുണ്ട്. സിക് ലോറൻസ് എന്ന സ്ഥലമാണിത്. സിക് എന്നാൽ മലയിടുക്ക് എന്നർത്ഥം. ഏറെ വാഹനങ്ങൾ സിക് ലോറൻസിലും എത്തിയിട്ടുണ്ട്. ഇവിടെ നേരത്തെ ഒരു ബെദൂയിയൻ മാതൃകയിലുള്ള ടൂറിസ്റ്റ് ക്യാമ്പ് ഉണ്ടായിരുന്നതാണ്. അതിപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ശരിക്കും ബറാസിക് എന്നറിയപ്പെട്ടിരുന്ന മലയിടുക്കാണിത്. മരുഭൂമിയിലെ വീരപുരുഷനായി ബ്രിട്ടീഷ് പട്ടാള ഓഫീസറായിരുന്ന ലോറൻസ് മാറിയതോടെയാണ് സ്ഥലനാമവും മാറിയത്. ഒട്ടോമൻ തുർക്കികളുമായുള്ള യുദ്ധസമയത്ത് ഇവിടെ അറബി ഗറില്ലകളുടെ ഒരു താവളമുണ്ടായിരുന്നെന്നും
ലോറൻസ് അവർക്ക് പരിശീലനം നൽകിയിരുന്നുവെന്നുമാണ് ചരിത്രം. ഒരു കല്ലിൽ ലോറൻസിന്റെ ഒരു ശില്പം കാണാം. ആ കല്ലിന്റെ മറ്റൊരു ഭാഗത്ത് അബ്ദുള്ള ഒന്നാമൻ രാജാവിനെയും കൊത്തിവെച്ചിരിക്കുന്നു. ജോർദാന്റെ ആദ്യ രാജാവാണ് അബ്ദുള്ള ഒന്നാമൻ. സന്ധ്യയാവുന്നതോടെ കുറേയേറെ വാഹനങ്ങൾ സിഖ് ലോറൻസിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെയും ഒരു ഷോപ്പുണ്ട്. സന്ദർശകർക്ക് ചായയും കാപ്പിയും ഒക്കെ കിട്ടും. ഈ യാത്രയിൽ ഇത്തരം ഇടത്താവളങ്ങളിലെല്ലാം സന്ദർശകർക്ക് സൗജന്യമായാണ് കാപ്പിയും ചായയും നൽകുന്നത്. പ്രത്യേക അടുപ്പിനു മീതെ കെറ്റിലുകൾ എപ്പോഴും റെഡിയാണ്. ചെല്ലുന്ന മുറയ്ക്ക് ചായയും കാപ്പിയും ഗ്ലാസുകളിലേക്ക് പകർന്നു നൽകുന്നു. എത്ര വേണമെങ്കിലും കുടിക്കാം. നമ്മുടെ പനിക്കൂർക്കയുടെ രുചിയുള്ള ഒരുതരം പച്ചമരുന്ന് ഈ പാനീയങ്ങളിൽ ചേർത്താണ് തിളപ്പിക്കുന്നത്. ബദുക്കളുടെ ഉൽപ്പന്നങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത്. ചില സഞ്ചാരികൾ അത് വാങ്ങുന്നുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളും ചായ കുടിച്ച് മറ്റൊന്നും വാങ്ങാതെ മടങ്ങുകയും ചെയ്യുന്നു. എത്ര നേരം വേണമെങ്കിലും ഇവിടെ വിശ്രമിക്കാം. വളരെ രസകരമായാണ് ടെന്റ് ഒരുക്കിയിരിക്കുന്നത്. കത്തുന്ന മണലാരണ്യത്തിന് നടുവിലാണെങ്കിലും മലകളുടെ നിഴലിലായാണ് ഈ പ്രദേശം. അതിനാൽ എപ്പോഴും ചെറിയ തണുപ്പുണ്ടാവും. ഒരു ബീച്ചിലെന്നോണമുള്ള മണൽപ്പരപ്പ്. അതിനപ്പുറം ആകാശം മുട്ടുന്ന പാറകൾ. വീണ്ടും മുഹമ്മദും ഞാനും യാത്ര പുറപ്പെടുകയാണ്. സൂര്യാസ്തമനമാണ് ഇവിടുത്തെ ഒരു പ്രധാന കാഴ്ച. ഇനി അത് കാണാൻ പോവുകയാണ്. യാത്രയിലുടനീളം പാറയുടെ അത്ഭുത രൂപങ്ങൾ എൻ്റെ ക്യാമറയ്ക്ക് വിരുന്നൊരുക്കുന്നു. എത്ര പറഞ്ഞാലും മതിവരാത്ത തരത്തിൽ രസകരമാണ് ഈ യാത്ര. ഗൾഫ് നാടുകളിലെല്ലാം മരുഭൂമിയുണ്ടെങ്കിലും വാദിറം പോലെ ഒരു കാഴ്ചയില്ല. രണ്ട് കൂറ്റൻ മലകളുടെ ഇടുക്കിലൂടെ ഒരു മണൽപ്പരപ്പിലൂടെയാണ് ഇവിടുത്തെ യാത്ര. അനുകൂലമായ കാലാവസ്ഥയുള്ളപ്പോൾ വാദിറം അത്ഭുതപ്പെടുത്തുന്ന ഒരു അനുഭവം തന്നെയാണ്. പ്രകൃതിയുടെ കൗതുകങ്ങൾ അത് അങ്ങേയറ്റം ആസ്വാദ്യമാണ്. കാലാവസ്ഥയും സാഹചര്യവും അനുകൂലമല്ലെങ്കിൽ എത്ര സുന്ദരമായ സ്ഥലത്ത് ചെന്നുപെട്ടാലും അപകടം സംഭവിക്കാമല്ലോ. പുരാതനമായ ഒരു കോട്ടമതിൽ പോലെ ഉയർന്നു നിൽക്കുന്ന ഒരു പാറയാണ് വലതുവശത്ത്. അതിൽ സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് പ്രകൃതിയുടെ കലാപരതയും കരവിരുതും കാണാനാവുന്നത്. മഞ്ഞും മഴയും കാറ്റും തണുപ്പും വെയിലുമെല്ലാം ചേർന്ന് കൊത്തിവെച്ച അസംഖ്യം ശില്പങ്ങൾ. ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഇത് ഈ രൂപം കൈവരിച്ചിരിക്കുന്നത്. മലകൾക്കിടയിലൂടെ നദി പോലെയുള്ള ഒരു മണൽപ്പരപ്പ്. അതിലൂടെ ചെന്ന് ഒരു മലയെ മറികടക്കുമ്പോൾ ചക്രവാളത്തിൽ പ്രകാശത്തിന്റെ ഒരു തളിക പോലെ സൂര്യനെ കാണാം. ഇന്നത്തെ നാടകത്തിലെ അവസാന രംഗവും ആടിത്തീർത്ത് അണിയറയിലേക്ക് മറയാനൊരുങ്ങുന്ന സൂര്യൻ. ഇവിടെ അസ്തമനം വ്യക്തമായി കാണാനാവുന്ന നല്ലൊരു സ്ഥലമുണ്ട്. അവിടേക്കാണ് അഹമ്മദ് വണ്ടി വിടുന്നത്. വാദിറമ്മിലെ ക്യാമ്പുകളിൽ താമസിക്കുന്നവരൊക്കെ അസ്തമനം കാണാൻ എത്തുന്ന ഇടമാണിത്. ഇവിടെ ഇങ്ങനെ കുറേ പാറക്കെട്ടുകളുണ്ട്. സന്ദർശകർക്ക് അതിനു മുകളിലേക്ക് പിടിച്ചു കയറാം. അവിടെ ഇരുന്നാൽ അതിവിശേഷതയാർന്ന ഫോട്ടോഗ്രാഫിക് സാധ്യതകളാണുള്ളത്. ആ പാറയുടെ മുകളിലേക്ക് കയറാമെന്ന് ഞാനും തീരുമാനിച്ചു. അതിൻ്റെ എതിർവശത്ത് വലിയൊരു പാറയുണ്ട്. കുറേ വാഹനങ്ങളും ഒട്ടകങ്ങളും ആളുകളെയുമൊക്കെ ആ പാറയുടെ സമീപത്തും കാണുന്നു. പലരും പാറയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറുന്നുമുണ്ട്. നിഴലും വെളിച്ചവും ചേർന്ന് ആ മലകൾക്ക് നൽകുന്ന സൗന്ദര്യവും സായന്തന സൂര്യൻ ആകാശത്തിന് പകർന്നിരിക്കുന്ന നിറവുമെല്ലാം ചേർന്ന് ഗംഭീരമായൊരു കാഴ്ച തന്നെ അത്. പാറക്കെട്ടിന് മുകളിലേക്ക് കയറാനായി നടക്കുകയാണ് ഞാൻ. ദൂരെ നിന്ന് കണ്ട വലിയ പാറ ക്ലോസപ്പിൽ ഇങ്ങനെയാണ്. അടർന്നു കിടക്കുന്ന ചെറുകഷ്ണങ്ങൾ. സൂക്ഷിച്ചു നടന്നില്ലെങ്കിൽ കൽമുനകൾ കാലിൽ കൊണ്ടു മുറിയും. ഒടുവിൽ ഞാൻ പാറക്കെട്ടിന്റെ മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ എന്നെ കൂടാതെ 2-3 പേർ കൂടിയേയുള്ളൂ. അവർ സൂര്യൻ താഴുന്നത് കാണാൻ കാത്തു നിൽക്കുകയാണ്.
ഇവിടെ നിന്നാൽ മണൽപ്പരപ്പും അതിൽ അങ്ങിങ്ങ് ഉയർന്നു നിൽക്കുന്ന പാറകളുമുള്ള വിശാലമായ ഒരു പ്രദേശം ഒന്നാകെ കാണാം. സൂര്യൻ താഴുകയാണ്. മരുഭൂമിയെ ഇത്രനേരം ചുട്ടുപഴുപ്പിച്ചതിന്റെ പ്രായശ്ചിത്തമെന്നോണം തന്റെ രശ്മികൾ കൊണ്ട് മണൽപ്പരപ്പിനെയും മലകളെയും ഒന്ന് വർണ്ണാഭമാക്കിയാണ് കടന്നുപോകുന്നത്. സൂര്യൻ മറഞ്ഞു. ഇനി തണുത്ത കാറ്റടിച്ചു തുടങ്ങുകയായി. രാത്രിയുടെ അന്ത്യയാമം വരെയും അങ്ങനെ കാറ്റു വീശിക്കൊണ്ടിരിക്കും. ആ തണുപ്പിൽ ഈ പാറപ്പുറത്ത് എത്ര നേരം വേണമെങ്കിലും മലർന്നു കിടക്കാമെന്ന് എനിക്ക് തോന്നി. ആളുകൾ മടങ്ങിത്തുടങ്ങി. പാറപ്പുറത്ത് എന്റെ കൂടെയുള്ളവരും തിരികെ ഇറങ്ങുകയാണ്. രാത്രി മുഴുവൻ ഇവിടെ ചെലവഴിച്ചാലോ എന്നൊരു ചിന്ത എന്റെ ഉള്ളിൽ ഉദിച്ചു. നല്ലൊരു അനുഭവമായിരിക്കും അത്. പക്ഷേ ആഗ്രഹം നടപ്പാവില്ല. മുഹമ്മദിന് എന്നെ തിരികെ ക്യാമ്പിലെത്തിക്കേണ്ടതുണ്ട്. അവിസ്മരണീയമായ ഒരു സന്ധിയാണ് എനിക്കിത്. ഇതൊരു കാഴ്ചാനുഭവം മാത്രമല്ല, തണുപ്പും ശബ്ദങ്ങളും കാഴ്ചയും ചേർന്ന ഒരു വ്യത്യസ്താനുഭവം. അറേബ്യൻ മണലാരണ്യം എനിക്ക് സമ്മാനിച്ച സുന്ദരമായ ഒരു ദിനാന്ത്യം തന്നെയാണിത്. ഇനി മലയിറങ്ങണം. പക്ഷേ അതിനു മുൻപ് പരമാവധി സമയം ഇവിടെ ചെലവഴിക്കാൻ ഞാൻ തീരുമാനിച്ചു. മുഹമ്മദ് വിളിക്കും വരെ ഇവിടെ ഇങ്ങനെ നിൽക്കണം. കാരണം ഇനിയൊരിക്കൽ ഇങ്ങനെയൊരു സായന്തനം ഞാൻ ഇവിടെ ചെലവഴിച്ചെന്നു വരില്ല. ആളുകൾ കോറിയിട്ടുപോയ വാക്കുകൾ പാറകളിൽ കിടക്കുന്നു. അസ്തമനം കണ്ട സഞ്ചാരികളുമായി വാഹനങ്ങൾ പാറച്ചുവട്ടിൽ നിന്നും അകലുകയാണ്. ഏതാനും വാഹനങ്ങൾ ആളുകൾ എത്തുന്നതും കാത്ത് കിടക്കുന്നുമുണ്ട്. പാറയുടെ മുകളിൽ ഞാൻ തനിച്ചങ്ങനെ നിൽക്കുകയാണ്. ഒട്ടകപ്പുറത്ത് അപ്പോഴും ചില സഞ്ചാരികൾ കടന്നുപോകുന്നു. അവർ കൂടാരത്തിലേക്ക് മടങ്ങുകയാവും. ഞാൻ രാത്രി വൈകുവോളം പാറക്കെട്ടിന് മുകളിലിരിക്കാൻ തീരുമാനിച്ചു. സഞ്ചാര ജീവിതത്തിൽ ഇങ്ങനെയും ചില ദിനങ്ങളുണ്ട്.